മെൻസ്ട്രൽ കപ്പിന്റെയോ ടാംപോണിന്റെയോ ഉപയോഗം ഹൈമൺ നശിക്കുന്നതിനും റിട്രോഗ്രേഡ് ആർത്തവത്തിനും എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥയിലേക്കും നയിക്കുന്നതിന് കാരണമാകുമോ? ഇടയാക്കുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ പറയുന്നത്. ഗൈനക്കോളജിസ്റ്റും IVF വിദഗ്ധയുമായ ഡോക്ടർ സമീന ഹഖാണ് വീഡിയോയിലുള്ളത്. എന്താകും വീഡിയോയുടെ വസ്തുത? ടാംപോണുകളും മെൻസ്ട്രൽ കപ്പുകളും പെൽവിക് ഡാമേജും ഫൈബ്രോസിസും കാരണം വന്ധ്യതയുണ്ടാവുകയും IVF ഫലപ്രദമല്ലാതാക്കുമെന്നും ഇതിൽ പറയുന്നുണ്ട്. കന്യാചർമ്മം ഓരോ വ്യക്തികളിലും വ്യത്യസ്തമാണ്. മെൻസ്ട്രൽ കപ്പുകളോ ടാംപോണുകളോ ഹൈമൻ പൊട്ടാൻ ചിലപ്പോൾ കാരണമായേക്കാം. എന്നാൽ പൊട്ടിയ ഹൈമൻ ആരോഗ്യത്തെയോ പ്രത്യുൽപാദന ശേഷിയെയോ പ്രതികൂലമായി ബാധിക്കില്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇവ രണ്ടും റിട്രോഗ്രേഡ് മെൻസ്ട്രുവേഷന് കാരണമാകുമോ എന്നാണ് പിന്നീട് പരിശോധിച്ചത്. ടാംപോണുകൾ യോനിക്കുള്ളിൽ രക്തം ആഗിരണം ചെയ്യുന്നു, കപ്പുകൾ അത് ശേഖരിക്കുന്നു. രണ്ടും രക്തത്തെ മുകളിലേക്ക് തള്ളുന്നില്ല. ഈ അവകാശവാദവും തെറ്റാണ്. ആർത്തവ ഉത്പന്നങ്ങളും എൻഡോമെട്രിയോസിസിനുള്ള അപകട സാധ്യതയും തമ്മിലും ബന്ധമില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. കൂടാതെ 2008 ഒരു പഠനം ആർത്തവ സമയത്തെ ടാംപോൺ ഉപയോഗം എൻഡോമെട്രിയോസിസിനെതിരെ ചെറിയ തോതിൽ സംരക്ഷണം നൽകിയേക്കുമെന്നും പറയുന്നുണ്ട്. എൻഡോമെട്രിയോസിസ് ഉള്ള സ്ത്രീകൾ പാഡുകൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നും കണ്ടെത്തിയിട്ടുണ്ട്. മെൻസ്ട്രൽ ഉത്പന്നങ്ങൾ പെൽവിസിനെ കല്ലുപോലെയാക്കുന്നു എന്നതിനും തെളിവുകളില്ല. അതായത് ടാംപോണുകളും മെൻസ്ട്രൽ കപ്പുകളും എൻഡോമെട്രിയോസിസിനും വന്ധ്യതയ്ക്കും കാരണമാകുന്നുവെന്ന അവകാശവാദം തെറ്റാണ്. ഡോക്ടർ സമീന ഹഖ് ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് ശാസ്ത്രീയമായ അടിത്തറയില്ല.